ബുധനാഴ്ച ഹോട്ടലുകൾക്ക് അവധി. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലവർധനയിൽ പ്രതിഷേധിച്ച് നാളെ ഹോട്ടലുകൾ അടച്ചിടും. കൂത്തുപറമ്പ് മേഖലയിൽ 25 കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. നിരന്തരം ഉണ്ടാകുന്ന വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലവർധനയോട് അനുബന്ധിച്ചാണ് നാളെ ഹോട്ടലുകൾ അടച്ചിടുന്നത്. ഏകദേശം 3350 രൂപയാണ് സിലിണ്ടറിന്റെ വില. ഇത് വ്യാപാരികൾക്ക് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. കൂത്തുപറമ്പിലെ 25 കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും. 8-ാം തീയതി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ച് നടത്തും. ഗ്യാസ് വില വർധന വലിയ രീതിയിൽ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് പോക്ക് ഹാജി പറഞ്ഞു. അപ്പൊ ഗ്യാസ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ, ഗ്യാസിന് വില വർദ്ധിപ്പിക്കേണ്ട നിർബന്ധമായി വന്നപ്പോൾ നമ്മളൊക്കെ അത് ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കടകള്, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളൊക്കെ തന്നെ നാളെ ഒരു സൂചന പണിമുടക്കുന്ന നിലയിൽ കച്ചവട സ്ഥാപനങ്ങൾ നിർത്തിവെച്ച് അവർ സമരം ചെയ്യുകയാണ്. അമേരിക്ക ഇസ്രയേൽ യുദ്ധം നിലവിലുള്ള ഭരണത്തിന്റെ വൈകല്യമാണെന്നും വ്യാപാരികൾക്ക് സബ്സിഡി അടക്കമുള്ളവ കൊണ്ടുവരണമെന്നും വ്യാപാരി വ്യവസായ സമിതി കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി പി പ്രമോദ് പറഞ്ഞു. മെയ് 6-ാം തീയതി സംസ്ഥാനത്തെ ഹോട്ടലുകൾ മുഴുവനും അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുള്ള മുഴുവൻ യൂണിറ്റ് കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കൂത്തുപറമ്പിൽ 50-ലധികം ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നാളെ അടച്ചിടും. ബേക്കറി ഉടമകൾ പ്രതിഷേധം മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കൂത്തുപറമ്പ.